നമ്മുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ വീടുകളിൽ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ ചില പ്രത്യേക പഴങ്ങൾ, അതായത് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചില ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് ആ പഴങ്ങൾ മാർക്കറ്റിൽ ചെന്നാൽ വാങ്ങാൻ കഴിയില്ല. ഈ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമുക്ക് വാങ്ങി വെക്കാമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നഴ്സറികളിലും ലഭിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തൈയെങ്കിലും സ്വന്തമായിട്ട് ലെയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കാണിക്കുന്ന എയർ ലെയറിംഗ് രീതി ഒട്ടുമിക്ക പഴച്ചെടികളിലും പ്രയോഗിക്കാവുന്ന വളരെയേറെ വിജയസാധ്യതയുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞതും ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ആണ്. താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പഴച്ചെടികളുടെ കമ്പിൽ വേര് പിടിപ്പിക്കാനായി എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചകിരിച്ചോറ്, അതുപോലെ തന്നെ ഉണക്കിപ്പൊടിച്ച അയൽ അല്ലെങ്കിൽ മോസ് എന്ന് പറയും, പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളിത്തീൻ കവറ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ പ്ലാസ്റ്റിക് നാട അല്ലെങ്കിൽ തുണിയുടെ നാട, നല്ല മൂർച്ചയുള്ള ഒരു കത്തി, ചെറിയ ഒരു ഉള്ളിയാണ്. നമ്മളെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി. അത് അതായത് ഫംഗിസൈഡുമായിട്ടും റൂട്ടിംഗ് ഹോർമോണായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളരെ നല്ല ഒരു സാധനമാണ് ഈ ചെറിയ ഉള്ളി. അപ്പോൾ നമ്മുടെ പായലും ചകിരിച്ചോറും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. കുറേശ്ശെ വെള്ളം തളിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ചകിരിച്ചോറിന് പകരമായിട്ട് ചാണകപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മോസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വിജയസാധ്യത ഉള്ള ഒരു സാധനമാണ് ഈ മോസ് അല്ലെങ്കിൽ പായൽ. നേരത്തെ നമുക്ക് ഇത് എടുത്ത് നമ്മുടെ ഈ സിമൻ്റ് ഇട്ട ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പായലാണ്. അത് നമ്മൾ ആ സമയത്ത് എടുത്ത് ഉണക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇതേപോലെ എപ്പോഴാണ് ലെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എടുത്ത് ഇതുപോലെ വെള്ളം നനച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു സുതാര്യമായ പോളിത്തീൻ കവറിൽ, ഇത് കവർ കുറച്ച് വലുതായി പോയി, നിങ്ങൾ കുറച്ചുകൂടി ചെറിയ കവർ എടുക്കുക, നല്ല കട്ടിയുള്ള കവർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകുന്നതാണ്. എടുത്ത് ഇതേമാതിരി നിറച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചെടിക്കുള്ള ഒരു കമ്പിനുള്ള മിശ്രിതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേമാതിരി നിറച്ചതിന് ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഞാനിവിടെ ചാമ്പയുടെ കമ്പിലാണ്, അതായത് തായ്ലൻഡ് ചാമ്പയാണ്, ഗ്രീൻ ചാമ്പയാണ്, നല്ല മധുരമുള്ള ചാമ്പയാണ്. അതിൻ്റെ ഒരു പെൻസിൽ വണ്ണമുള്ള കമ്പിലാണ് ഇത് ലെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതേപോലെ കത്തി കൊണ്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു. തൊലി മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഭാഗത്ത് ഇതേമാതിരി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എൻ്റെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മുകളിൽ വെച്ച് വീണ്ടും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നീളം മതി, കൂടുതൽ വേണ്ട. അതിനുശേഷം ഈ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ തൊലി കത്തി കൊണ്ട് കുത്തി കളയുക. കുത്തി കളയുന്ന സമയം ഈ തൊലി മാത്രമേ ഇളകി പോകാൻ പാടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള തടിക്ക് യാതൊരു കാരണവശാലും ഇതിക്ക് പറ്റാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇത് ലെയറിങ് പരാജയപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തൊലി ഇളക്കി കളയുന്ന സമയത്ത് കമ്പ് ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ നല്ലതുപോലെ തൊലി ഇളക്കി കളയുക. അതിനുശേഷം ഒരു ലെയറും കൂടെ ഉണ്ട്, അതിന് കാമ്പ്യം ലെയർ എന്ന് പറയും. അതുകൂടി നല്ലപോലെ ചുരണ്ടി ഇളക്കി കളയണം. അതുകൂടെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ തൊലി വന്ന് മറിഞ്ഞിട്ട് വേര് പിടിക്കില്ല. അപ്പോൾ തൊലി കളഞ്ഞ ഭാഗത്തിന് തൊട്ട് താഴെ വെച്ച് നമ്മുടെ പ്ലാസ്റ്റിക് നാടയോ അല്ലെങ്കിൽ തുണിയുടെ നാടയോ കൊണ്ട് ഇതേപോലെ ആദ്യമേ കെട്ടുക. ലെയറിങ് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കെട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി എടുത്ത് ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് കൊണ്ട് ഇങ്ങനെ തൊലി കളഞ്ഞ ഭാഗത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. റൗണ്ട് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് നല്ല ഫംഗിസൈഡാണ്, അതുപോലെ തന്നെ റൂട്ടിംഗ് ഹോർമോണും കൂടിയാണ്.
ഒട്ടുമിക്ക ലെയറിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെ പരാജയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫംഗസ് വന്നിട്ടാണ്. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ലെയർ ചെയ്യാനായിട്ട് എടുത്തു വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇതേമാതിരി കട്ട് ചെയ്യുക. കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞ ഭാഗത്ത് വെച്ച് ചേർത്ത് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതിൽ അധികമുള്ള ജലമെല്ലാം പുറത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഇതേമാതിരി സാവകാശം എടുക്കുന്ന സമയത്ത് കമ്പ് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതാണ്. ഒരുപാട് ബലം കൊടുക്കരുത്. എന്നാൽ നമ്മൾ ഇപ്പോൾ ചെയ്തത് ആ ഭാഗം കറങ്ങി പോകാനും പാടില്ല. ആ രീതിയിലാണ് കെട്ടിയെടുക്കേണ്ടത്. യാതൊരു ഇളക്കം തട്ടാനും പാടില്ല. ഇതുപോലെ നല്ലതുപോലെ റൗണ്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കെട്ടുക. നമ്മൾ ഈ ലെയർ ചെയ്ത് വെച്ച കമ്പ് സപ്പോർട്ടായിട്ട് മറ്റൊരു കമ്പിലേക്ക് പിടിച്ച് കെട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. എന്നാൽ ഇതൊരു 10-60 ദിവസത്തോളം നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ നിർത്തിയേക്കേണ്ടതാണ്. അപ്പോൾ ഈ ലെയർ ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു പ്ലാസ്റ്റിക് നാടയോ മറ്റെന്തെങ്കിലും കൊണ്ട് ഇതേമാതിരി കെട്ടിയതിന് ശേഷം മറ്റൊരു കമ്പിലേക്ക് ഇത് കെട്ടി നിർത്തുക. ഇതേപോലെ കെട്ടി നിർത്തുക. അപ്പോൾ ഇത് ഇനി താഴോട്ട് ഒടിഞ്ഞു പോകില്ല. ആരെങ്കിലും കൈകൊണ്ട് മുകളിലോട്ട് പിടിച്ച് ആക്കുകയാണെങ്കിൽ മാത്രമേ കമ്പ് ഒടിയുള്ളൂ. കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകും, ഉറപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ നിർത്തിയേക്കുക. നമുക്ക് 45 ദിവസം ഇങ്ങനെ നിർത്തിയേക്കുക. ഇതിൽ വെള്ളം പിന്നെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 45 ദിവസം ആയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്തുകൂടി വേര് വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു എയർ ലെയറിങ് രീതിയാണ് അയലും നമ്മുടെ ചകിരിച്ചോറും കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലെയർ ചെയ്ത ആ ഭാഗത്തിന് തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അതിന് മുൻപേ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ള ആ പ്ലാസ്റ്റിക് നാട അല്ലെങ്കിൽ വയറ് അഴിച്ചു മാറ്റുക. അതിനുശേഷം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ആ നമ്മൾ ചുറ്റിക്കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നാട അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേരുകൾ നിറയെ ഉണ്ട്. അത് ഒന്നും പരുക്ക് സംഭവിക്കാൻ പാടില്ല. ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അഴിച്ചു മാറ്റുക. വളരെ സാവകാശം ചെയ്യുക. കവറും വേരുമായിട്ട് മൊത്തത്തിലൊന്ന് പിണഞ്ഞ് കിടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കവർ ഇളക്കി മാറ്റുക.
ഇതുപോലെ പ്ലാസ്റ്റിക് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് ഇനി ഒരു ഗ്രോ ബാഗിലേക്ക് വെക്കണം. ഞാനിവിടെ ഒരു ചെറിയ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം നമ്മുടെ ഈ എയർ ലെയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ പ്ലാന്റ് എടുത്ത് അതിലോട്ട് വെക്കുക. അപ്പോൾ കുറച്ച് പോട്ടിംഗ് മിക്സ് ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം നമ്മുടെ ചെടിയെടുത്ത് അതിലോട്ട് വെച്ച് വീണ്ടും കുറച്ച് മിക്സ് കൂടി ഇതിലേക്ക് നിറയ്ക്കുന്നു. ഏകദേശം 3/4 ഭാഗത്തോളം നിറച്ചാൽ മതിയാവും. ഇവിടെ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മാത്രമാണ്. അപ്പോൾ ഇതിനി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം 2 ആഴ്ച കാലം ഷെയ്ഡിൽ സൂക്ഷിക്കുക. രണ്ടാഴ്ച കാലം ഷെയ്ഡിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഏകദേശം 2 മാസം കഴിയുമ്പോൾ നമുക്ക് വലിയ ഗ്രോ ബാഗിലോ വലിയ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ അതുമല്ലെങ്കിൽ തറയിലോ നമുക്ക് ഇത് മാറ്റി നടാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.